Okay, good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, ഇന്നാരാ prayer പാടുന്നത്? ഞാനാണ്. അഞ്ച്. തുടങ്ങട്ടെ മാം. തുടങ്ങിക്കോളൂ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ജില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ജില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ, സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാവട്ടെ. സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാവട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകൾ ഇണങ്ങിയിടട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. താങ്ക് യു മിസ്. ഓക്കെ, സൈനികരാ? ഓക്കെ. Ma'am, quotes thenyaano ma'am. Only education, self-respect, and rational qualities will uplift the downtrodden. By E. Periyar, E. V. Ramasamy. കേട്ടിട്ടുണ്ടോ മാം അതിനെ കുറിച്ച്? ഇല്ലല്ലേ. വൈക്കം അമ്പലത്തില് ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത ഫ്രീഡം ഫൈറ്റർ ഉണ്ടായിരുന്നില്ലേ? ബ്രാഹ്മിൻസിന് മാത്രമേ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ, താഴ്ന്ന ജാതിക്കാർക്ക് ഉള്ളിൽ കയറാൻ പറ്റാതെ ആ ഇതിനു വേണ്ടിട്ട്. നെക്സ്റ്റ് ആരാ? സൈനിക ശ്രീലക്ഷ്മി ആണോ? അതെ മാം. ഹായ് മാം, ഹായ് ഫ്രണ്ട്സ്. ഞാൻ ഇന്ന് പറയണത് ഇംഗ്ലീഷിലെ ചെറിയൊരു ടോപ്പിക്കാണ്, പെട്ടെന്ന് മനസ്സിലാക്കാനും. ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ വവൽസ് വെച്ചിട്ട് നമ്മൾ എ ഓർ ആനിന്റെ യൂസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ കോമൺ ആയിട്ട് പറയുക വവൽ സൗണ്ട്സ് എ ഇ ഐ ഒ യു. അതിന്റെ മുമ്പിൽ ആ ലെറ്റർ വെച്ച് തുടങ്ങുന്നതിന്റെ മുമ്പിൽ നമ്മൾ ആൻ ആണ് ഉപയോഗിക്കുക. ബാക്കിയുള്ള കൺസോണൻസ് ലെറ്റേഴ്സിന്റെ മുമ്പിൽ എ ആണ് ഉപയോഗിക്കാന്ന് ചെറിയ കുട്ടികൾക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. പക്ഷെ നമ്മൾ കുറച്ചും കൂടി മുതിർന്നു കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂസിങ് വേർഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു എളുപ്പവഴി ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇംഗ്ലീഷ് വേർഡ് നമ്മൾ മലയാളത്തിൽ എഴുതുക. ആ മലയാളത്തിലെ ലെറ്റർ സ്വരാക്ഷരത്തിൽ തുടങ്ങുന്നതാണെങ്കിൽ, സ്വരാക്ഷരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ആ ആ ഇ ഈ ഉ ഉ. ആ സ്വരാക്ഷരത്തിൽ തുടങ്ങുന്നതാണെങ്കിൽ മസ്റ്റ് ആയിട്ടും അതിന്റെ മുമ്പിൽ ആൻ ആണ് ഉപയോഗിക്കുക. അല്ലാത്ത വ്യഞ്ജനാക്ഷരാണെന്നുണ്ടെങ്കിൽ എ ആണ് ഉപയോഗിക്കുക. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു കൺഫ്യൂസിങ് വേർഡ് ആണ് യൂണിക്കോൺ. യൂണിക്കോണിന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ UNI, യു ആണ്. അപ്പൊ നമ്മൾ പഠിച്ച റൂൾ അനുസരിച്ചിട്ട് എ ഇ ഐ ഒ യു വവൽസിന്റെ മുമ്പിൽ ആൻ ആണ് ചേർക്കേണ്ടത്. അപ്പൊ നമ്മൾ വിചാരിക്കും യൂണിക്കോൺ യു ആയതുകൊണ്ട് ആൻ യൂണിക്കോൺ എന്ന് പറയാമെന്ന്. പക്ഷെ തെറ്റാണ്, ആൻ യൂണിക്കോൺ എന്ന് പറയില്ല, എ യൂണിക്കോൺ എന്നാണ് പറയുക. അതാണ് ഞാൻ പറഞ്ഞത്. മലയാളത്തിൽ എഴുതി നോക്കുമ്പോ യൂണിക്കോൺ എഴുതുമ്പോ യാ അല്ലേ ഫസ്റ്റ് ലെറ്റർ? യാ ഒരു സ്വരാക്ഷരമല്ല, വ്യഞ്ജനാക്ഷരാണ്. അപ്പൊ വ്യഞ്ജനാക്ഷരമാണെങ്കിൽ അതിന്റെ മുമ്പിൽ നമ്മൾ എ ആണ് ഉപയോഗിക്കുക. സ്വരാക്ഷരത്തിൽ തുടങ്ങുന്നതാണെങ്കിൽ മാത്രമേ നമ്മൾ ആൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പൊ എയറോപ്ലെയിൻ എഴുതുമ്പോ എ ആണ്, എ ഒരു സ്വരാക്ഷരാണ്. അപ്പൊ നമുക്ക് ആൻ എയറോപ്ലെയിൻ എന്ന് പറയാം. യൂണിക്കോൺ പോലെ തന്നെയാണ് യൂണിവേഴ്സിറ്റി.
യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോഴും നമ്മൾ ഈ വവൽസ് നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ച റൂൾ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റിപ്പോവും. കാരണം യു ആണ് അത് വവൽസിൽ വരണതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ആൻ യൂണിവേഴ്സിറ്റി എന്ന് എഴുതാന്ന്. പക്ഷെ തെറ്റാണ്. എ യൂണിവേഴ്സിറ്റി എന്നാണ് പറയാ. യൂണിവേഴ്സിറ്റി എഴുതുമ്പോ യാണ്. യാ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അതൊരു ആണ്. അതുകൊണ്ട് എ യൂണിവേഴ്സിറ്റി എന്നേ പറയുള്ളൂ. അതുപോലെ നമുക്ക് കൺഫ്യൂസിങ് വരുന്ന അവർ, നമ്മൾ HOUR മണിക്കൂർ എന്നുള്ളതില് നമ്മൾ ഹവർ എന്ന് പറയില്ലല്ലോ, അവർ എന്നല്ലേ പറയാ. അത് അതേ പറയണത് എങ്ങനെയാണോ അതുപോലെ മലയാളത്തിൽ എഴുതി നോക്കിയാൽ അവർ എന്ന് എഴുതുമ്പോ ആയാണ് ഫസ്റ്റ് ലെറ്റർ. അത് ഒരു വ്യഞ്ജനാക്ഷരമല്ല, സ്വരാക്ഷരമാണ്. അതുകൊണ്ട് നമുക്ക് അതിന്റെ മുമ്പിൽ ആൻ ഉപയോഗിക്കണം. അപ്പൊ നമുക്ക് എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ച റൂളിനേക്കാളും കുറച്ചുകൂടി നല്ലത് മലയാളത്തിൽ എഴുതുക. അവിടെ സ്വരാക്ഷരാണോ വ്യഞ്ജനാക്ഷരാണോ നോക്കുക ഫസ്റ്റ് ലെറ്റർ. സ്വരാക്ഷരാണെങ്കിൽ ആൻ ചേർക്കുക, വ്യഞ്ജനാക്ഷരാണെങ്കിൽ എ ചേർക്കുക. ഇത്രേ ഉള്ളൂ മാം. താങ്ക് യു. ശ്രീലക്ഷ്മി, അപ്പൊ അമ്മയ്ക്കോ? അമ്മയാണെങ്കിലോ ആയല്ലേ? അത് സ്വരാക്ഷരാണല്ലോ. നമുക്ക് ഇംഗ്ലീഷ് വേർഡ് ഇല്ലല്ലോ. മദർ എന്നല്ലേ നമ്മൾ പറയുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. നമുക്ക് മലയാളത്തിലല്ലേ പറയണത്. ഞാൻ ഇംഗ്ലീഷ് വേർഡ്സിന്റെ കൂടെയാണല്ലോ നമ്മൾ എ ഓർ ആൻ ഉപയോഗിക്കുക. ശരി ശരി, ഓക്കെ ഓക്കെ മാം. നന്നായിട്ടുണ്ട്. നല്ല താങ്ക് ടിപ്പായിരുന്നു. യു താങ്ക് യു. നമുക്ക് കിട്ടിയത് എല്ലാവരും അത് ഉപയോഗിക്കാം കേട്ടോ. ശ്രീലക്ഷ്മി PSC എക്സാം ഒക്കെ ചെയ്തിരുന്നോ, അല്ലെങ്കിൽ PSC കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു മാം. അവിടുന്ന് തന്നെ കിട്ടിയതാണ്. കിട്ടിയതാണല്ലേ? അതെ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മാം. നെക്സ്റ്റ് എന്തെങ്കിലും പ്രോഗ്രാംസ് മാം, ഉണ്ട് മാം. ചെറിയൊരു ടോപ്പിക് ഉണ്ട്. ഇന്ന് ഏപ്രിൽ 28 അന്താരാഷ്ട്ര തൊഴിലാളി അനുസ്മരണ ദിനം, അല്ലെങ്കിൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും വേണ്ടിയുള്ള ഒരു സ്മാരക ദിനം. ലോകമെമ്പാടും എല്ലാ വർഷവും ഏപ്രിൽ 28 ആചരിച്ചു വരുന്നു. ജോലിസ്ഥല സുരക്ഷ ഉറപ്പാക്കുന്നതിനും യൂണിയൻ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടി വേണ്ടിയാണ് ഇങ്ങനെ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത്. മരിച്ചവരെ ഓർക്കുക, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പോരാടുക എന്നതാണ് ഈ ദിവസത്തിന്റെ മുദ്രാവാക്യം. 2024 കണക്കെടുപ്പിൽ ഇന്ത്യയിൽ 400-ലധികം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ മരണപ്പെട്ടു കഴിഞ്ഞു. 850-ൽ പരം തൊഴിലാളികൾ കിടപ്പ് രോഗികളുമായിരിക്കുന്നു. ഒരിക്കൽ കൂടി, സുരക്ഷിതമല്ലാത്ത ഒരു ജോലിയും ചെയ്യാതിരിക്കുക എന്ന കാര്യം നിങ്ങളെ എല്ലാവരെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു. നന്നായിട്ട് ചെയ്തു എല്ലാവരും. ഇനി നമുക്ക് ടോപ്പിക് എടുക്കാം. ചാപ്റ്റർ ഏതായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ചൈൽഡ് വെൽഫെയർ. ചൈൽഡ് വെൽഫെയർ. ഓർമ്മയുണ്ട്. ചിൽഡ്രൻ ആൻഡ് ദ ഫാമിലി. ചിൽഡ്രൻ ആൻഡ് ഫാമിലി കഴിഞ്ഞോ? പാരഗ്രാഫ് എടുത്ത് കഴിഞ്ഞതാണോ? കംപ്ലീറ്റ് ആക്കിയോ മിസ്? അത് പറഞ്ഞായിരുന്നു. പറഞ്ഞല്ലേ? നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് നോക്കാം കേട്ടോ. നമുക്ക് കിടക്കാം. നെക്സ്റ്റ് ആണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം. A family has to teach the children to keep themselves clean and healthy. They must be taught to. എന്താണ്? ഹോമില് നമ്മുടെ ഫാമിലിക്ക് കുറച്ച് കാര്യങ്ങള് നമ്മളെ ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നല്ല ശീലങ്ങള് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം അല്ലെ? ഫാമിലീസിന് അതിനുള്ള റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളുണ്ട്. അച്ഛനായാലും അമ്മയ്ക്കായാലും എന്താണ് നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്നതിന് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ? റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങള് ആരോഗ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ നല്ല ശീലങ്ങളെ കുറിച്ച്? എന്തൊക്കെയായിരുന്നു? റിവൈസ് ചെയ്തേ. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെക്കേഷൻ ആയതുകൊണ്ട് മാം എല്ലാ കുട്ടികളും ലേറ്റ് ആയിട്ട് കിടക്കുകയും നേരം വൈകി എണീക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അതാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കിടന്നുറങ്ങണം, നേരത്തെ എണീക്കണം എന്നുള്ളത്. പക്ഷെ അവര് ചെയ്യില്ലല്ലോ, വെക്കേഷൻ ആയതുകൊണ്ട് വൈകി കിടക്കും, വൈകി എഴുന്നേൽക്കും. അതാണ് പ്രശ്നം. എന്റെ മോളായാലും അതെ. ഇപ്പൊ ഞാൻ പോരുന്ന സമയത്ത് 9 മണിയൊക്കെ ആകുമ്പോഴേ എണീക്കുള്ളൂ. ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോ കഴിക്കും, ചിലപ്പോ കഴിക്കില്ല. അങ്ങനെയാണ്. അതെ മാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇപ്പൊ സ്കിപ്പാണ്, നേരെ ലഞ്ചിലേക്കാ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. പോയിന്റ്സ് നമുക്ക് പറയാൻ പറ്റുമല്ലോ. എന്തൊക്കെയാണ് ഹോംസിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാല്?
ഫസ്റ്റ് പോയിന്റ് എന്താണ്? എ പോയിന്റ് എന്താണ്? വാഷ് their hands before and after meals and after going to the toilet. എന്താ പറഞ്ഞത്? എന്താ വായിച്ചപ്പോ മനസ്സിലായേ? Wash their hands before and after meals and after going to the toilet. ഫുഡ് കഴിക്കുന്നതിന് മുമ്പും അതിനുശേഷവും പിന്നെ ടോയ്ലറ്റിൽ പോയതിനു ശേഷവും കൈ വാഷ് ചെയ്യണം. കൈ വാഷ് ചെയ്യണം അല്ലെ? ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ടേക്ക് ബാത്ത് റെഗുലർലി. എന്താണ്? ടേക്ക് ബാത്ത് റെഗുലർലി. പറയാൻ പറ്റുമോ? കുളിക്കുക അല്ലെ? ഓക്കെ. ഹാവ് റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ്. എന്തായിരിക്കും? സിനി എന്താ പറഞ്ഞത്? സിനി തമ്പി എന്തെങ്കിലും പറഞ്ഞോ? ഹാവ് റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ് പറഞ്ഞോളൂ. ദിവസം കൃത്യമായിട്ട് ടോയ്ലറ്റിനൊക്കെ പോകാൻ ശീലിക്കണം കൃത്യസമയത്ത്. കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? മാമിനെ മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ ഓക്കെ കേട്ടോ. മിസ് കാണുന്നില്ലേ? ക്ലിയർ അല്ലേ? ഉണ്ട് മാം ഉണ്ട്. അപ്പോ നമ്മള് 3 പോയിന്റ് പറഞ്ഞു അല്ലെ? വാഷ് their hands before and after meals and after going to the toilet. അതുപോലെ നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? Take a bath regularly. Third one, have regular toilet habits. ഇനി 4ാമത്തെ പോയിന്റ് എന്താണ്? Clean teeth every morning and before going to bed. എന്തായിരിക്കും? പറയാറുണ്ടല്ലേ നിങ്ങള് കുട്ടികളോട്? പറയാറുണ്ടോ? എന്താണ്? രാവിലെയും വൈകുന്നേരവും ബ്രഷ് ചെയ്യണം. ബ്രഷ് ചെയ്യുക. രാവിലെയും കിടക്കുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യാം? ട്വൈസ് എ ഡേ അല്ലെ? 2 നേരമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ബ്രഷ് ചെയ്യണം. അത് കുട്ടികളെയും ശീലിപ്പിക്കാം. അതുപോലെ തന്നെ എന്താണ്? drink sufficient water to clean out their system. എന്താണ്? എന്താ പറഞ്ഞത്? ലാസ്റ്റ് പോയിന്റ് എന്താണ്? drinks sufficient water to clean out of system. എന്തായിരിക്കും? നല്ല രീതിയിൽ വെള്ളം കുടിക്കണം അല്ലെ? ഒരു ദിവസം നമ്മൾ എത്ര ഗ്ലാസ് ആണ് വെള്ളം കുടിക്കേണ്ടത് അറിയോ? 8 ഗ്ലാസ്. 8 മുതൽ 12 ഗ്ലാസ് വരെ കുടിക്കണം എന്നാണ് പറയുന്നത്. എല്ലാവരും കുടിക്കാറുണ്ടോ? ഇപ്പൊ ചൂടുകാലം ആയതുകൊണ്ട് എല്ലാവരും കുടിക്കും അല്ലെ? മഴക്കാലത്തൊക്കെ എങ്ങനെയാ? ചിലപ്പോ 1-2 ഗ്ലാസ് ആണോ? ഇപ്പോഴും രാവിലെ എണീക്കുമ്പോ എന്താണ്? കട്ടൻ ചായ കുടിക്കുന്നവരാരൊക്കെയുണ്ട്? നിർബന്ധമാണ് കട്ടൻ ചായ കുടിക്കണം എന്നുള്ളവര് ആരുമില്ല? കട്ടൻ ചായ ഇല്ല, ഗ്രീൻ ടീ ഉണ്ട്. ഗ്രീൻ ടീ ഇടയ്ക്ക് നിർത്തണമെന്ന് വിചാരിച്ചാലും നടക്കാറില്ല. ചില സമയത്ത് കുടിക്കും അല്ലെ? വാട്ടർ കുടിക്കുന്നവരാരൊക്കെയുണ്ട്? ചൂടുവെള്ളം, നേരിയ ചൂടുവെള്ളം അല്ലെങ്കിൽ വാട്ടർ കുടിക്കുന്നവരാരൊക്കെയുണ്ട്? ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. ഇവിടെ ഞാനും അമ്മയും മോൾക്കും വെള്ളം തന്നെ കൊടുക്കാം. ഞാനും അങ്ങനെ തന്നെയാ ചെയ്യാറ്. മോൾക്കും ഞാൻ വെള്ളം കുടിക്കുള്ളൂ. ചായ കുടി പൊതുവേ കുറവാണ്. ചായ കുടിക്കണം തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോ വൈകുന്നേരം നമ്മള് ഓഫീസൊക്കെ വിട്ട് കഴിഞ്ഞ് പോകുമ്പോ അപ്പൊ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിക്കും, അല്ലെങ്കിൽ കുടിക്കാറില്ല. പൊതുവേ കുടി കുറവാണ് ചായയൊക്കെ. ഭയങ്കര ഇതാണ്. നമ്മള് കഴിയുന്നതും ഷുഗർ അല്ലെങ്കിൽ കട്ടൻ ചായയൊക്കെ ഒഴിവാക്കും. അതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് കേട്ടോ. അപ്പൊ കഴിയുന്നതും കാലത്ത് നമ്മൾ എണീക്കുമ്പോ തന്നെ 1 കപ്പ് വെള്ളം അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ചെറിയ ചൂടില് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, അത് ശീലമാക്കിക്കുക കുട്ടികളെ കൊണ്ട്. വെള്ളം ഇഷ്ടം പോലെ കുടിക്കും മാം. വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് തന്നെ പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. എന്തൊക്കെ വരും? എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വെള്ളം കുടിച്ചില്ലെങ്കിൽ? യൂറിൻ ഇൻഫെക്ഷൻ വരാറുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ വരും അല്ലെ? അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു രോഗങ്ങളാണ്. അതൊക്കെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസ്, പ്രോട്ടീൻസ് ഒക്കെ ആവശ്യമാണ്. നമുക്ക് ഈ ചൂട് കാലത്തൊക്കെയാണ് നമുക്ക് കൂടുതലും നമ്മുടെ ശരീരത്തിന് വെള്ളം ആവശ്യമായിട്ട് വരുന്നത് അല്ലെ? എപ്പോഴും നമ്മളിങ്ങനെ വിയർത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരീരത്തിന് വെള്ളം ആവശ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ.
കുട്ടികളോടും പറയാ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോ കാണുന്ന ഒരു മെയിൻ ആയിട്ടുള്ള രോഗം എന്ന് പറഞ്ഞാല് യൂറിൻ ഇൻഫെക്ഷൻ ആണ്, വെള്ളം കുടിക്കാതെ കുട്ടികളിൽ. ഓക്കെ, അതൊക്കെ ഒന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. Next നോക്കിയേ, next paragraph. Besides the above, the children must also be taught healthy habits such as to use the handkerchief when sneezing and coughing, to spit only in a part of it, not to use open space for urinating or passing blood movements, and not to walk uncovered feet. എന്താണ് നമ്മൾ കർച്ചീഫ് ഉപയോഗിച്ചിട്ട് തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് കുട്ടികളോട്. കർച്ചീഫ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖം അല്ലെ തുമ്മുമ്പോ ഒന്ന് പൊത്ത അല്ലെങ്കിൽ ചുമക്കുമ്പോ ഒന്ന് അത് യൂസ് ചെയ്യാൻ പറയാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താണ് പൊതുസ്ഥലങ്ങളിലൊന്നും യൂറിൻ അല്ലെങ്കിൽ എന്താണ് മലമൂത്ര വിസർജനം ചെയ്യാനായിട്ട് പാടില്ല എന്നത് അവരെ ഓർമ്മിപ്പിക്കണം. അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ പുറത്തൊക്കെ നടക്കുമ്പോൾ നമ്മള് ചെരുപ്പിടാതെ നടക്കാൻ പാടില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും അവരെ പറഞ്ഞ് ശീലിപ്പിക്കണം. ക്ലിയർ ആയോ? 3 കാര്യങ്ങളാണ് അപ്പൊ നമ്മളവിടെ പറഞ്ഞത് കേട്ടോ. തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ഹാൻഡ്കർച്ചീഫ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ എന്താണ് പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താതിരിക്കുക, അതുപോലെ തന്നെ അൺകവേർഡ് ആയിട്ടുള്ള ഫീറ്റുകൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പാദങ്ങൾ കവർ ചെയ്യുക, എന്താണ് ചെരുപ്പൊക്കെ ഇട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അങ്ങനെയുള്ള നല്ല ശീലങ്ങൾ പഠിപ്പിക്കാനായിട്ട് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് സെന്റൻസ് എന്താണ്? ഇറ്റ് ഈസ് ദ ഫാമിലീസ് ഡ്യൂട്ടി ടു ടീച്ച് ദ ചിൽഡ്രൻ ദ സിവിക്സ് ഡ്യൂട്ടി ആൻഡ് ഡെവലപ്പ് ദ സിവിക്സ് സെൻസ് ഇൻ ദം. എന്താണ് സിവിക്സ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാല്? നമ്മുടെ സിവിക്സ് ഡ്യൂട്ടീസുകൾ, അതുപോലെ തന്നെ നാഷണൽ ആന്തം, അതുപോലെ തന്നെ നാഷണൽ ഫ്ലാഗിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക അല്ലെ. അവരെ ശീലിപ്പിക്കുക, ഓരോ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് നോക്കാം അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കുട്ടികളിൽ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അത് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ. ഓക്കെ, ചിൽഡ്രൻ ഹു ആർ ഡിസ്ട്രസ്ഡ് ആൻഡ് ഫിസിക്കലി society or culture disadvantaged should be given special opportunities to improve their educational accomplishment. The children who needs offsetting education the pre-school level are the following types. നിങ്ങൾ ഈ സ്പെഷ്യൽ എന്താണ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് കേട്ടിട്ടുണ്ടോ? സ്പെഷ്യൽ നീഡ്സ് വേണ്ട കുട്ടികളെ കുറിച്ച് അറിയോ നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ട് മാം. ഓക്കെ, അപ്പൊ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് മിസ് ഒന്ന് വായിക്കാം കേട്ടോ. അവരെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒരു ഡെഫിനേഷൻ അല്ല, കുറച്ചൊരു മിസ് ഒന്ന് വായിക്കാം. സെന്റൻസ് ആണ്. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് refers to the children who require specific care, attention and accommodation due to condition like physical impairment, learning disabilities or developmental delay, which may impact their learning, development or daily functioning. എന്താണ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞാല്? ശാരീരിക വൈകല്യങ്ങൾ, പഠന വൈകല്യങ്ങൾ, വികസന കാലതാമസം തുടങ്ങിയ അവസ്ഥകൾ കാരണം പ്രത്യേക പരിചരണവും ശ്രദ്ധയും ആവശ്യമുള്ള കുട്ടികളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് അവരുടെ പഠനത്തെയും വികസനത്തെയും ദൈനംദിന പ്രവർത്തനത്തെയും ബാധിച്ചേക്കാം. മനസ്സിലായോ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്താണെന്ന്? അപ്പൊ ഏതൊക്കെ കുട്ടികള് വരും ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സില്? ചിലപ്പോ കാഴ്ചശക്തി അല്ലെങ്കിൽ കാഴ്ചക്കുറവുള്ളവര്, കേൾവി കുറവുള്ളവര്, അതുപോലെ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികള്, അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ളവര്, അങ്ങനെയുള്ള കുട്ടികളെയാണ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് വരുന്നത് കേട്ടോ. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ കെയർ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഇനി അവരുടെ പ്രോബ്ലംസ് എന്താണ്, എങ്ങനെയെല്ലാമാണ് ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ വരുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ ആണ് ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ്. എന്തായിരിക്കാം ഇവരുടെ വൈകല്യം എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കാം?
ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞാല് കാഴ്ചക്ക് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ. കാഴ്ചക്ക് ബുദ്ധിമുട്ടുള്ള കുട്ടികള് നോക്കാട്ടോ. ചിൽഡ്രൻ ആർ either unsighted by both birth or become blind because of various reasons. എന്താണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കാഴ്ചയുടെ അല്ലെങ്കിൽ കാഴ്ചശക്തി കുറവ് വരുന്നത് എങ്ങനെയാണ്? ചിലപ്പോ ജനിക്കുമ്പോൾ വന്നതാവാം അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താലെ ജനിച്ചതിന് ശേഷം വരുന്നതാവാം. ചിലപ്പോ വല്ല അസുഖങ്ങൾ വരുമ്പോ കാഴ്ചശക്തി കുറയാം. അപ്പൊ അങ്ങനെയും സംഭവിക്കാം. The acute cause of visual deficiency are disease like smallpox. എന്താണ് smallpox എന്ന് പറഞ്ഞാല്? അറിയോ ആർക്കെങ്കിലും? smallpox ഒരാള് പറയോ? എന്താണ് വസൂരി. ഓക്കെ, ചിക്കൻ ബോക്സ് എന്ന് പറയില്ലേ നമ്മള്, അത് തന്നെയാണ് കേട്ടോ സ്മോൾ ബോക്സ് എന്ന് പറഞ്ഞാല് വസൂരി. ഓക്കെ, മാൻജൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്തിഷ്ക രോഗം കേട്ടോ, മസ്തിഷ്ക രോഗം. മാൻജൈറ്റിസ് എന്ന് പറഞ്ഞാല് തലച്ചോറിന്റെ ഒരു ആവരണമാണ്, അതിലുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ, അതിനെയാണ് മാൻജൈറ്റിസ് എന്ന് പറയുന്നത് കേട്ടോ. മാം, ഈ ചിക്കൻ ബോക്സും സ്മോൾ ബോക്സും രണ്ടല്ലേ മാം? സ്മോൾ ബോക്സ് ഓൾറെഡി നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ട ഒരു അസുഖമല്ലേ? ചിക്കൻ ബോക്സ് ഇപ്പോഴും വരൂലേ? ചിക്കൻ ബോക്സ് വരുന്നുണ്ട്. ഓക്കെ, സ്മോൾ ബോക്സിനെ വസൂരി എന്നും പറയൂ കേട്ടോ. അറിയാത്തവർ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ട്രക്കോമ. ട്രക്കോമ എന്ന് പറഞ്ഞാല് പറയാം, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ. ഇറ്റ് ഈസ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. It is a bacterial infection that affects eyes. ഐസിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനെയാണ് കേട്ടോ പറയുന്നത്. It is a bacterial infection that affects eyes. അതുപോലെ നെക്സ്റ്റ് ആണ് സ്കാർലറ്റ് ഫീവർ. സ്കാർലറ്റ് ഫീവർ, അതും ജസ്റ്റ് ഒന്ന് മിസ് പറഞ്ഞു തരാം. സൈഡിലൊന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇറ്റ് ഈസ് എ ബാക്ടീരിയൽ ഇൽനെസ്. സ്കാർലറ്റ് ഫീവർ ഈസ് എ ബാക്ടീരിയൽ ഇൽനെസ് that develops in some people who have strep, strep throat. strep throat. സ്ട്രെപ്പ് എന്ന് പറഞ്ഞാല് ഇൻഫെക്ഷൻ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഒരു ഫീവർ ഉണ്ടാകുന്നത്? ആദ്യം ജലദോഷം അല്ലെങ്കിൽ തൊണ്ടവേദനയൊക്കെ വരും അല്ലെ, ത്രോട്ടില് ഇൻഫെക്ഷൻ ആയിട്ട് അത് ബാധിക്കും. ഓക്കെ, സ്കാർലറ്റ് ഫീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനിയാണ്. പനി അങ്ങനെയുള്ള ഒരു ഇൻഫെക്ഷൻ ആണ്. ആദ്യം ത്രോട്ടിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്, എന്നിട്ടാണ് ബാധിക്കുന്നത് കേട്ടോ. അതിന്റെ സിംറ്റംസ് ഒന്ന് എഴുതിക്കുകയും. സിംറ്റംസ് നിങ്ങൾക്ക് നെറ്റിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിംറ്റംസ് കാണാൻ പറ്റും. ഒരു റെഡിഷ് കളറൊക്കെ ആയിട്ട് ഇങ്ങനെ കയ്യിലും കാലയിലും കൈകളിലൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോ സിംറ്റംസ് ചെയ്താ റെഡ് റാഷ്, നെക്സ്റ്റ് റെഡ് ലൈൻസ്, നെക്സ്റ്റ് ഫ്ലഷ്ഡ് ഫേസ്, ചുവന്ന മുഖം. FLUSHED, ഫ്ലഷ്ഡ് ഫേസ്. നെക്സ്റ്റ് ഹെഡേക്ക്, ഫീവർ, ത്രോട്ട് പെയിൻ, തൊണ്ടവേദന. തൊണ്ടയിലാണ് ആദ്യം ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് പിന്നെ പനിയായിട്ട് മാറുന്നത് കേട്ടോ. ഇത് കൂടുതലും കുട്ടികളിൽ വരുന്നതാണ് കേട്ടോ ഈ ഫീവർ, സ്കാർലറ്റ് ഫീവർ. മുതിർന്നവരെക്കാട്ടിലും കുട്ടികളിലാണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത്.
സിംറ്റംസ് കിട്ടിയോ? മനസ്സിലായോ? റെഡ് റാഷ്, റെഡ് ലൈൻസ്, ഫ്ലഷ്ഡ് ഫേസ്, ഹെഡേക്ക്, ഫീവർ, ത്രോട്ട് പെയിൻ. ഇനി നെക്സ്റ്റ് ആണ് ബേൺസ് ഓർ കോണ്ടാക്ട് വിത്ത് ഡേഞ്ചറസ് ഓർ പോയ്സണസ് കെമിക്കൽസ്. അപ്പൊ പോയ്സൺ കെമിക്കൽ ഉപയോഗിച്ചു അല്ലെങ്കിൽ പോയ്സണസ് കെമിക്കലുകളൊക്കെ ഉള്ളല്ലോ, അങ്ങനെയുള്ള ഇതൊക്കെ ഏറ്റിട്ട് നമ്മുടെ കണ്ണിന് കാഴ്ചശക്തി കുറയാം. ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കണ്ണിനെ അത് ബാധിച്ചേക്കാം കേട്ടോ. കണ്ണിന്റെ കാഴ്ചശക്തി കുറയുന്നുണ്ട്. The compensatory or special education is required according to the hardness of visual impairment. Okay, അപ്പൊ കാഴ്ച വൈകല്യം അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് സ്പെഷ്യൽ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. The parents of these children should be given proper guidance about how to keep their eyes healthy. അതെന്താണ്? കുട്ടികളുടെ കണ്ണിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ കണ്ണിനെ കുറിച്ചിട്ട് പ്രോപ്പർ ആയിട്ടുള്ളൊരു എന്താണ് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് കുട്ടികളുടെ കണ്ണിനെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പേരൻസിന് പ്രോപ്പർ ആയിട്ട് ഗൈഡൻസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. ഇനി എന്താണ്? ചിൽഡ്രൻ ഷുഡ് ബി ട്രെയിൻഡ് ടു കീപ് ദംസെൽഫ് away from situation bad to the eyes. അപ്പൊ ചിൽഡ്രന് നല്ല രീതിയിൽ അവരുടെ കണ്ണിനെ എന്താണ് ഹെൽത്തും കണ്ണിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ കണ്ണിന്റെ ആരോഗ്യ കാര്യങ്ങളെ കുറിച്ചിട്ട് കണ്ണിന് വരുന്ന ഈ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ട്രെയിനിങ് കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്? പീരിയോഡിക് ചെക്ക് ഓർ സ്പെഷ്യൽ ഒഫ്താൽമിക്. ഒഫ്താൽമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കണ്ണിനെ സംബന്ധിക്കുന്ന ഓക്കെ സ്പെഷ്യൽ ഒഫ്താൽമിക് കണ്ണിനെ സംബന്ധിക്കുന്ന എക്സാമിനേഷൻസ് ഷുഡ് ബി അറേഞ്ച്ഡ്. എന്താണ്? കണ്ണിന് ദോഷകരം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും അവരോട് മാറി നിൽക്കാനായിട്ട് പറയാം അല്ലെ. കണ്ണിന് വരുന്ന ഇങ്ങനെയുള്ള ബാഡ് ഇഫക്റ്റുകളെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അങ്ങനെ ദോഷകരമായി ഇപ്പൊ പൊള്ളലൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അകന്നു നിൽക്കാനായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എന്താണ് ആനുകാലികമായിട്ടുള്ള പരിശോധനകള്, സ്പെഷ്യൽ ആയിട്ടുള്ള എക്സാമിനേഷൻസ് അല്ലെ, കണ്ണിനെ സംബന്ധിക്കുന്ന എക്സാമിനേഷൻസ് പരിശോധനകൾ നമ്മൾ ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. കിട്ടിയോ? Children with special impairment. Okay, ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് ഏതൊക്കെ ഡിസീസസ് വരുമ്പോഴാണ് കണ്ണിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് കാഴ്ചശക്തി കുറവ് ഉണ്ടാകുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് കുഴപ്പമുണ്ടാവില്ല. അച്ഛാ മനസ്സിലാവോലോ? ഓക്കെ, ഇനി നമ്മുടെ ക്ലാസ്സുകളിൽ വരുമ്പോൾ എങ്ങനെയാണ് ഈ വിഷ്വൽ ഇമ്പയർമെന്റ് ഉള്ള കുട്ടികൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് വരാം അറിയാൻ പറ്റുമോ? എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവർക്ക് ഉണ്ടാകുന്നതെന്ന്? കാഴ്ചശക്തി കുറവുള്ള കുട്ടികള് നമ്മുടെ ക്ലാസ്സുകളിൽ വരുമ്പോ എന്തൊക്കെ പ്രോബ്ലംസ് അവർക്ക് അനുഭവപ്പെടാം? ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന കാര്യങ്ങൾ കാണാനായിട്ട് അവർക്ക് വല്ലാതെ സ്ട്രെസ് ചെയ്യേണ്ടി വരും. ഓക്കെ, എഴുതുന്നതും അതുപോലെ തന്നെ റീഡ് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. പിന്നെന്തൊക്കെ ഉണ്ടാവും? മാം ടോട്ടലി അവർ കുറച്ച് ബാക്കൗട്ട് ആകും മറ്റു കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ. കാരണം കണ്ണിൽ കൂടെ കാണുന്നതാണല്ലോ ബ്രെയിനിലേക്ക് ചെന്ന് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് കാഴ്ചയുടെ ഒരു പരിമിതി കാരണം അവർക്ക് മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുമ്പം എൻ്റയർലി കുറച്ച് ബാക്ക് ആയിരിക്കും. പിന്നെ ഗ്ലാസ് വെക്കേണ്ടി വരികയാണെങ്കിൽ അപ്പിയറൻസിന് കുറച്ച് ചേഞ്ച് ഉണ്ടാവുമല്ലോ മറ്റു കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെന്താ ആർക്കൊന്നും പറയാനില്ലേ? പിന്നെ അവർക്ക് കൂടുതലും ടച്ച് ചെയ്ത് ബ്രെയിൻ ലിപി പോലുള്ള ലിപികൾ അല്ലെങ്കിൽ ടച്ച് ചെയ്ത് നോക്കി കുറച്ച് റഫ് ആയിട്ടുള്ള മറ്റു കുട്ടികളെ പോലെ കാണുന്നതിന് പകരം എല്ലാം തൊട്ട് നോക്കിയിട്ടൊക്കെ ആയിരിക്കും അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
പിന്നെ മറ്റുള്ളവരുടെ ഫേസ് അവർക്ക് തിരിച്ചറിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. എഴുതിക്കോളൂ കേട്ടോ, ജസ്റ്റ് ഒന്ന് എഴുതിക്കോളൂ. വിഷ്വൽ ഇമ്പയർമെന്റ് ക്ലാസ് റൂം പ്രോബ്ലംസ് കേട്ടോ. ക്ലാസ് റൂമിൽ അവർക്ക് അനുഭവപ്പെടുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. ഫസ്റ്റ് വൺ. ഓക്കെ ആണോ എല്ലാവരും? പറയട്ടെ മിസ്. പറഞ്ഞോളൂ മാം, പറഞ്ഞോളൂ. First one, difficulty with reading. Difficulty with reading. Reading and writing activity. Difficulty with reading and writing activity. Next, difficulty with ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഗെയിംസ്. ഗെയിംസിനൊന്നും അവർക്ക് പങ്കെടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ഓടിച്ചാടി കളിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഓക്കെ, അതാണ് പറയുന്നത് ഡിഫിക്കൽറ്റി വിത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഗെയിംസ്. നെക്സ്റ്റ് ആണ് നീഡ് ഫോർ alternative. Need for alternative formats. Need for alternative formats and formats of materials. Need for alternative formats of materials. അവർക്ക് എന്ത് വേണം? ചെറിയ ചെറിയ അക്ഷരങ്ങളാവുമ്പോൾ നമുക്ക് വായിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലെ, കാഴ്ചശക്തി കുറവുള്ള ആൾക്കാർ. അപ്പോൾ ലാർജ് എക്സാമ്പിൾ കൊടുത്തിരിക്കണം, നോക്കിയേ. എക്സാമ്പിൾ ലാർജ് പ്രിന്റ്സ് ആൻഡ് ഓഡിയോസ് വഴി അവർക്ക് കേൾക്കാനായിട്ടും അതുപോലെ തന്നെ ലാർജ് പ്രിന്റഡ് ബുക്സും അവർക്ക് ആവശ്യമായിട്ട് വരും. വേണമെങ്കിൽ ചെറുതായിട്ട് ഒരു എക്സാമ്പിൾ പോലെ ഇരുന്നു കേട്ടോ. എക്സാമ്പിൾ ലാർജ് പ്രിന്റ് ഓർ ഓഡിയോസ്. മനസ്സിലായോ മൂന്ന് കാര്യങ്ങളും? ഫസ്റ്റ് വൺ പറഞ്ഞത് ഡിഫിക്കൽറ്റി വിത്ത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആക്ടിവിറ്റി, ഡിഫിക്കൽറ്റി വിത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഗെയിംസ്, നീഡ് ഫോർ ഓൾട്ടർനേറ്റീവ് ഫോർമാറ്റ്സ് ഓഫ് മെറ്റീരിയൽസ്. എക്സാമ്പിൾ ലാർജ് പ്രിന്റ് ആൻഡ് ഓഡിയോ. ഓക്കെ, ഇനിയും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇത് പ്രോബ്ലംസ് ഒക്കെ എഴുതാട്ടോ, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതി വെക്കാം. ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാണ് കേട്ടോ. ഇനി നമ്മൾ പ്രോബ്ലംസ് പറഞ്ഞു. ഇനി ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന ഇവർക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ തന്ത്രങ്ങള് നല്ല ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിക്കാൻ പറ്റും പറഞ്ഞു നോക്കിയൊന്ന്. എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ക്ലാസ് റൂമില്? വിഷ്വൽ ആയിട്ടുള്ള എയ്ഡ്സിന് പകരം ഓഡിയോ ഉപയോഗിക്കാം. ഓഡിയോ ഉപയോഗിക്കാം. മാം ഇവർക്ക് പറഞ്ഞിട്ട് പ്രത്യേക ഒരു ബുക്ക് ഇല്ലേ, ഇങ്ങനെ ടച്ച് ചെയ്തിട്ട്? ഈ ബ്രെയിലി ലിറ്ററസി ഉപയോഗിക്കാം അല്ലെ? ഏതാ? പിന്നെ ആർക്കും പറയാനില്ലേ ഈ ശ്രുതി, മൃദുല, അതുപോലെ പ്രതീക്ഷ, ശ്രീലക്ഷ്മി മാത്രമുള്ളോ 5th ക്ലാസ്സില്? വേറെ ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. ഐഡിയാസ് പോരട്ടെ. എന്ത് പറ്റി? വിശക്കുന്നുണ്ടോ എല്ലാവർക്കും? ഞങ്ങളപ്പം +2 ഇങ്ങനെ ഒരു കണ്ണാണത്തെ കുട്ടി ഞങ്ങളപ്പം പഠിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുക വെച്ചാല് ക്ലാസ് കഴിഞ്ഞാല്
അവൾക്ക് ഞങ്ങൾ സാറ് തന്ന നോട്ടൊക്കെ വായിച്ചു കൊടുക്കും. അപ്പൊ അവൾ അവളുടേതായ രീതിയിൽ എഴുതുക. ആ ലിപി പഠിച്ചിട്ടുണ്ട് അവള്. എന്നിട്ട് അങ്ങനെ എഴുതും. ഞങ്ങൾ വായിച്ചു കൊടുക്കും, അവൾ എഴുതും. എക്സാമിനൊക്കെ എന്നിട്ട് അത് പഠിക്കും. എക്സാമിനൊക്കെ അവൾക്ക് എഴുതി കൊടുക്കാൻ വേറൊരു കുട്ടി ഉണ്ടായിരിക്കും. ശരിയാണ്. എക്സാമിന് അവർക്ക് എഴുതാനായിട്ട് വേറെ വരും. അവർക്ക് നല്ല മാർക്കായിരിക്കും കിട്ടുന്നത്. നമ്മൾ പഠിച്ച് പാസ്സായി ഒരു ആവറേജ് മാർക്ക് ആവുമ്പോ അവർക്ക് നല്ല A+ അല്ലെ? അങ്ങനെയാണ്. അതെങ്ങനെയാണ് +2 പഠിക്കുന്ന കുട്ടിക്ക് +1 ഏതെങ്കിലും കുട്ടിയാവും എഴുതി കൊടുക്കുക. അപ്പൊ നമ്മളും ഒന്ന് നോക്കണല്ലോ. ഞാൻ +2 പഠിക്കുമ്പോ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആൺകുട്ടി. അവൻ ചെവി കേൾക്കില്ല, വർത്താനം പറയില്ല, അങ്ങനെയുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോ ചിലപ്പോ വർത്താനം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലല്ലോ എന്താണ് പറയുന്നത്, ക്ലിയർ ആവില്ല. ചിലവര് കളിയാക്കാറുണ്ട്. അപ്പൊ ഭയങ്കര വിഷമം തോന്നാറുണ്ടല്ലോ നമുക്ക്. അതുപോലെ തന്നെ അവൻ സംസാരിക്കുമ്പോ ഈ കൈയെടുത്ത് അതുപോലെ തന്നെ കണ്ണുകൊണ്ടൊക്കെ ഇങ്ങനെ ആക്ഷൻ ഒക്കെ കാണിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അവരുടെ ഭാഷയിൽ അങ്ങനെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താണ് ചിലവര് കളിയാക്കാനായിട്ടും അതുപോലെ തന്നെ ഇവന് എക്സാം ഒക്കെ എഴുതുമ്പോ പുറത്തു നിന്നുള്ള ആളുകളൊക്കെ വന്നിട്ട് ഇവന് എക്സാം എഴുതിച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ എക്സാം എഴുതുമ്പോ ഇവന് നല്ല മാർക്ക് കിട്ടും. ബാക്കിയുള്ളവര് പഠിച്ച് നല്ല ഇതിലും വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ നമുക്ക് കിട്ടുന്നത് ആവറേജ് മാർക്കായിരിക്കും. അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. സംസാരിക്കുകയില്ല, അതുപോലെ തന്നെ ചെവി കേൾക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. മാം ഞാൻ പറഞ്ഞില്ലേ മറ്റേ ബുക്ക് വെച്ചിട്ടാണ് എന്ത് പറഞ്ഞ് തരിക പഠിക്കാന്നുള്ളത്. അത് ഞാൻ പഠിച്ച സ്കൂളിൽ ടീച്ചറായിരുന്നു. അങ്ങനെ തമിഴ് ലാംഗ്വേജ് എടുക്കാൻ വന്ന ടീച്ചറാണ്. അവര് പഠിച്ച സമയത്ത് നല്ല മാർക്കോടെ പാസ്സായതാണ്. B.Ed ഒക്കെ കഴിഞ്ഞതൊക്കെ ത്രൂ ഇതേ തന്നെയാണ്. അവരുടേതായ ഒരു ബുക്ക് എപ്പോഴും കൊണ്ടുവരും. അതിൽ അവര് അങ്ങനെ ടച്ചിങ് ഫീലിങ്സിലാണ് അവര് ഇതാക്കുക. ബോർഡിൽ എഴുതുന്നതൊക്കെ ഒരു കുട്ടി അടുത്ത് നിന്ന് ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾക്ക് അവര് ക്ലാസ് എടുക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലോ അങ്ങനെയൊക്കെ വരുന്നത്. അത് കാണുമ്പോൾ നമ്മൾക്ക് ശരിക്കും ഒരു മോട്ടിവേറ്റ് ആയിരിക്കും. അത് ഫിസിക്കലി ഇതാണെങ്കിലും നമ്മളെക്കാളും കുറച്ചും കൂടി ടാലന്റ് ആയിട്ട് തോന്നും ചില സമയത്തൊക്കെ. അവർക്ക് ഏതെങ്കിലും പ്രത്യേക ഒരു കഴിവുണ്ടാവും. അതെ. ഓക്കെ. വിഷ്വൽ ഇമ്പയർമെന്റ് സ്ട്രാറ്റജീസ് കുട്ടികളിൽ അല്ലെങ്കിൽ എന്താണ് അവരുടെ ക്ലാസ് റൂമിൽ ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്, അവരെ ഒന്നും കൂടി നല്ല രീതിയിൽ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരുന്നു? നമുക്കൊന്ന് എഴുതാം. ജസ്റ്റ് ഫസ്റ്റ് വൺ, ലൈറ്റിംഗ്. നല്ല രീതിയിൽ ചിലപ്പോ കാഴ്ചശക്തി കുറവുള്ളവരുണ്ടാവും അല്ലെ, ഒട്ടും കാണാത്തവരുണ്ടാവാൻ ചിലപ്പോ ഇത്തിരി കുറവുള്ളവരൊക്കെ ഉണ്ടാവും. അവർക്ക് ലൈറ്റിങ്, പ്രത്യേക തരത്തിലുള്ള ലൈറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ബോർഡിൽ എഴുതുന്നത് കാണാനായിട്ട് സാധിക്കും അല്ലെ. ഫസ്റ്റ് വൺ ആണ് ലൈറ്റിംഗ്. ഇനി എന്താ നെക്സ്റ്റ് വൺ? സീറ്റിംഗ്. അവരെന്താണ് മുൻപിലത്തെ അവിടെ ബെഞ്ചിൽ കൊണ്ടിരുത്താം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് ബോർഡിൽ എഴുതുന്നത് പെട്ടെന്ന് കാണാനായിട്ടും അല്ലെങ്കിൽ അത്ര ബുദ്ധിമുട്ട് തോന്നിക്കില്ല. ലൈറ്റിംഗ്, സീറ്റിംഗ്. അതുപോലെ നെക്സ്റ്റ് ആണ് ഇൻട്രൊഡ്യൂസ്. Braille literacy tools. Introduce Braille. BRAILLE. Braille literacy tools. Next, sensory play. നമ്മൾ പറഞ്ഞില്ലേ അവർക്ക് സൗണ്ട് കേൾപ്പിച്ചു കൊടുക്കാം, അതുപോലെ സ്മെല്ല്, ഇതൊക്കെ വഴി നമുക്ക് എന്താണ് അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. Engage students in sensory play activities that involves different textures, sounds and smells. സ്മെല്ല് വഴി അതുപോലെ ഡിഫറെന്റ് സൗണ്ടുകൾ ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോ ആപ്പിളിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ അവരുടെ സൗണ്ട് ഒക്കെ കേൾപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിന്റെ സൗണ്ട് നമ്മൾ ഓഡിയോ വഴി പ്ലേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
അതുപോലെ ഇപ്പൊ മാങ്ങ അല്ലെങ്കിൽ ആപ്പിളിനെ കുറിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ അതൊന്ന് ടച്ച് ചെയ്യാൻ കൊടുക്കുക. അപ്പൊ എന്താണെന്ന് അവര് അത് ഉപയോഗിച്ചത് നോക്കിയിട്ട് പറയും അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സെൻസറി അല്ലെ. അതുപോലെ തന്നെ ക്ലിയർ പാത്ത് എവേസ്. എന്ത് ചെയ്യണം? കണ്ണ് കാണാൻ പറ്റാത്തവരാണ് അല്ലെ. അപ്പൊ അവര് നടന്നു പോകുമ്പോൾ ചിലപ്പോ താഴേക്ക് എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോ വീഴാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നല്ല രീതിയിൽ വഴി ക്ലീൻ ചെയ്തിട്ട് കൊടുക്കുക അവർക്ക്. നെക്സ്റ്റ് ആണ് യൂസ്ഡ് ലാർജ് പ്രിന്റ് മെറ്റീരിയൽസ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പൊ കുറച്ച് കണ്ണ് കാണാൻ പറ്റുന്നവര്, കാഴ്ചശക്തി കുറവ്, ഒട്ടും കാണാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അവർക്ക് ബ്രെയിലി ലിപി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ കുറച്ച് കാണാൻ പറ്റുന്നവർക്കൊക്കെ എന്താണ്? ലാർജ് പ്രിന്റഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. യൂസ്ഡ് ലാർജ് പ്രിന്റ് മെറ്റീരിയൽസ്. ഇതൊക്കെയാണ് ഇവിടെ വിഷ്വൽ ഇമ്പയർമെന്റ് ഉള്ള കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് കേട്ടോ. ലൈറ്റിംഗ്, ഒന്നുകൂടി പറയാം. ലൈറ്റിംഗ്, സീറ്റിംഗ്, introduce braille literacy tools, sensory play, clear path aways, used large print materials. എന്തെങ്കിലും ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? പോയിന്റ്സ് കിട്ടിയോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ആണ് ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ്. എന്താണ് ഹിയറിംഗ് ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? ചെവി കേൾക്കാൻ പറ്റാത്ത കുട്ടികൾ ഉണ്ടാവും അല്ലെ. അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവർക്ക് ഉപയോഗിക്കുന്ന അവരുടെ എന്താണ് എഡ്യൂക്കേഷൻ പരമായിട്ട് ഉപയോഗിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് നോക്കാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതിനകത്ത്. Compensatory or special education is needed for the people who are disabled by hearing impairment. Hearing impairment may be different degrees of gravity. നമുക്കറിയാലേ നമ്മുടെ ക്ലാസ്സില് ഇപ്പോ ഒട്ടും ചെവി കേൾക്കാത്തവരുണ്ടാകും, ചിലപ്പോ ചെറുതായിട്ട് ചെവി കേൾക്കുന്നവരുണ്ടാകും അല്ലെ. അല്ലെ, അങ്ങനെയുള്ള എന്താണ് ഡിഫറെന്റ് ആയിട്ട് ചിലപ്പോ കുറച്ച് കേൾക്കാം, ചിലപ്പോ ഒട്ടും കേൾക്കാൻ പറ്റാത്തവര്, അതാണ് ഡിഗ്രീസ് ഓഫ് ഗ്രാവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ടാവും. Hence these children require different levels of treatment. ഇവർക്ക് എന്താണ്? നമുക്ക് ഒരുപോലുള്ള ട്രീറ്റ്മെന്റ് ആണോ കൊടുക്കാൻ പറ്റുന്നത്? അല്ല അല്ലെ. ഓരോ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള, ചിലപ്പോ കുറച്ച് കേൾക്കാൻ പറ്റുന്നവരുണ്ടാവും, ചിലപ്പോ ഒട്ടും കേൾക്കാൻ പറ്റാത്തവരുണ്ടാവും അല്ലെ. അവർക്കൊക്കെ ഒരുപോലെയുള്ള ട്രീറ്റ്മെന്റ് കൊടുത്താൽ ശരിയാവോ? ഓരോരുത്തരുടെ ചെവി കേൾക്കുന്നതനുസരിച്ച് അല്ലെ, കേൾവിശക്തി കുറവിനനുസരിച്ച് വേണം നമ്മൾ ട്രീറ്റ്മെന്റ് ഓരോരുത്തർക്കും പ്രൊവൈഡ് ചെയ്യാൻ. Hearing disabilities affect the state of mind children is different ways. അപ്പൊ അവരുടെ ഈ ഹിയറിംഗ് ഇമ്പയർമെന്റ് അല്ലെങ്കിൽ എന്താണ് ചെവി കേൾക്കാൻ പറ്റാത്തവർക്ക് എന്താണ് ചിലവരിപ്പോ നിങ്ങൾക്ക് എന്താ കേൾക്കാൻ പറ്റില്ലേ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ. നമ്മൾ കളിയാക്കാറുണ്ട് ചിലവര് കേൾക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാകുമ്പോ ചില കുട്ടികള് ചിലപ്പോ അഭിനയിച്ച് കാണിക്കും, ചിലപ്പോ കളിയാക്കി കാണിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ മുമ്പിൽ വെച്ച് അവരെ കളിയാക്കുമ്പോ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. ഇല്ലേ, ഫീൽ ചെയ്യാറുണ്ട്. കണ്ണ് കാണാൻ പറ്റാത്തവർക്ക് ആയാലും, കണ്ണ് കാണാൻ പറ്റാത്തവർക്ക് പിന്നെ കുഴപ്പമില്ല, കാണാൻ പറ്റില്ല. ചെവി കേൾക്കാൻ പറ്റാത്തവർക്ക് എന്താണ്? അവരെ മുമ്പിൽ വെച്ച് അവരെ തന്നെ കളിയാക്കുമ്പോ, മറ്റുള്ളവര് അവരെ തന്നെ കളിയാക്കുമ്പോ എന്താണ്? അവരെ എഫക്ട് ചെയ്യാറുണ്ട്. ഒരു എന്താണ് മാനസികമായിട്ട് അവർക്ക് എന്താണ് സങ്കടങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ ദേ ഷുഡ് ബി ഗിവൻ സ്പെഷ്യൽ ട്രെയിനിങ്. അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് അത്യാവശ്യമാണ്. കമ്മ്യൂണിക്കേഷൻ എമംഗ് ദം നോർമലി ടേക്ക് പ്ലേസ് ഇൻ 3 ways. അവരെ നമുക്ക് എഡ്യൂക്കേഷൻ പരമായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എങ്ങനെയാണ്? ത്രൂ ആക്ഷൻസ് വഴി നമുക്ക് അവരെ ഓരോ കാര്യങ്ങളും കൺസെപ്റ്റ് നമ്മൾ പഠിപ്പിക്കുന്ന കൺസെപ്റ്റ് എന്താണോ അത് ആക്ഷൻസ് വഴി അവരിലേക്ക് എത്തിക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണ്? ലിപ് റീഡിങ് ഓർ ഹെൽത്തി കോംബോ ബോത്ത്. എങ്ങനെയാണ്? ചിലപ്പോ നമുക്ക് ലിപ് റീഡിങ് വെച്ച് ചെയ്യാം,
അതുപോലെ തന്നെ ആക്ഷൻസ് വഴിയും ചെയ്യാം, അല്ലെങ്കിൽ ഈ രണ്ടിന്റെ കോമ്പിനേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പഠിപ്പിക്കുന്ന കൺസെപ്റ്റ് അവരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയില്ലേ? അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ? ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ്. ഓക്കെ, ഇനി ഈ ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉള്ള കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കാം? ക്ലാസ് റൂമിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് പറഞ്ഞു നോക്കിയൊന്ന്. അവര് സംസാരിക്കുമ്പോൾ എപ്പോഴും നല്ല സൗണ്ടിലായിരിക്കും സംസാരിക്കുക. എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ ഫേസ് ചെയ്യുന്നത്? അവർക്ക് ബാക്കിയുള്ള കുട്ടികൾ സംസാരിക്കുമ്പോൾ കേൾക്കാൻ പറ്റാത്തത് വഴി ആ കുട്ടീനെ കളിയാക്കുകയാണോ എന്നുള്ളൊരു തോന്നല് എപ്പോഴും ഉണ്ടാവും. കാരണം എന്റെ മുത്തശ്ശിക്ക്, വയസ്സായ മുത്തശ്ശിയാണ്, കുട്ടിയല്ല, പക്ഷെ ഗ്രാൻഡ് മദർ, വയസ്സായ സമയത്ത് ഒട്ടും കേൾക്കാതെ ആയപ്പോ ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ബിഹേവിയറിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ എന്ത് പറഞ്ഞിട്ട് ചിരിച്ചാലും മുത്തശ്ശി വിചാരിക്കുക മുത്തശ്ശീനെ കളിയാക്കണം എന്നുള്ള രീതിയിൽ. അപ്പൊ അതെനിക്ക് എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യം. അവസാനം അതുപോലെ മുത്തശ്ശിക്ക് എന്തെങ്കിലും ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോ നമ്മളോട് പറയുന്ന മറുപടി കേൾക്കാൻ പറ്റില്ല എന്നുള്ള കാരണം കൊണ്ട് ഫുൾ സൈലന്റ് ആയി മാറിയിരുന്നു. ദേഷ്യവും കൂടുതലായിരുന്നു. ഭയങ്കരമായിട്ട് അവസാനമായപ്പോ മിണ്ടാതെ സൈലന്റ് ആയി വന്നിരുന്നു. ആരെന്ത് പറഞ്ഞാലും അത് മുത്തശ്ശീനെ പറ്റിയിട്ട് ഒരു കളിയാക്കി പറയാന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു. പിന്നെ ഇനിയൊന്നുമില്ല പ്രോബ്ലംസ്? അവർക്ക് ക്ലിയർ ആയിട്ട് അറ്റൻഷൻ, ഇപ്പൊ നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ കൂടെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു അറ്റൻഷൻ സ്പാൻ ഉണ്ടാവില്ല. എന്നുവെച്ചാൽ അവർക്ക് കാണാൻ പറ്റും, പക്ഷെ എങ്കിൽ പോലും നമ്മൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ആ ഒരു അറ്റൻഷൻ സ്പാൻ ഉണ്ടാവില്ല കുട്ടികൾക്ക്. എഴുതിക്കോളൂ കേട്ടോ, എഴുതിക്കോളൂ. പ്രോബ്ലംസ്. ഫസ്റ്റ് വൺ, ഡിഫിക്കൽറ്റി ഹിയറിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. പറഞ്ഞില്ലേ, മനസ്സിലാക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ക്ലിയർ ആവില്ല, അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഡിഫിക്കൽറ്റി ഹിയറിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. നെക്സ്റ്റ്, മിസ്ഡ് ഇൻഫർമേഷൻ. കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് എന്താണ്, ചിലപ്പോ പറയുന്നത് ചിലപ്പോ അവർക്ക് എഴുതാനായിട്ട്, അല്ലെങ്കിൽ എഴുതാനൊക്കെ എന്താണ് ചിലതിലൊക്കെ വിട്ടുപോവാം അല്ലെ, കുറെ ഇൻഫർമേഷൻസ്, ചില വാക്കുകളൊക്കെ അവർ എഴുതുമ്പോ വിട്ടുപോയേക്കാം. മിസ്ഡ് ഇൻഫർമേഷൻ. ഇനി നെക്സ്റ്റ് ആണ് സോഷ്യൽ ഐസൊലേഷൻ. ഇല്ലേ, ഒറ്റപ്പെടുത്താറുണ്ടല്ലേ, സോഷ്യൽ ഐസൊലേഷൻ. നെക്സ്റ്റ് ആണ് എഫക്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എഫക്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഇത്തരം കാര്യങ്ങളാണ് പ്രോബ്ലംസ് ആയിട്ട് വരുന്നത് കേട്ടോ. സെക്കൻഡ് പോയിന്റ് ഒന്ന് പറയാൻ പറ്റി? ഫസ്റ്റ് തുടങ്ങി മിസ് ഒന്നുകൂടി പറയാം കേട്ടോ. ഡിഫിക്കൽറ്റി ഹിയറിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. സെക്കൻഡ് പോയിന്റ്, മിസ്ഡ് ഇൻഫർമേഷൻ. MISSED, മിസ്ഡ് ഇൻഫർമേഷൻ. തേർഡ് വൺ, സോഷ്യൽ ഐസൊലേഷൻ. Fourth one, affect language development. ഇനി സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരിക്കാം? തന്ത്രങ്ങള്, ക്ലാസ് റൂമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തന്ത്രങ്ങള്. ഉപയോഗിക്കാം, ചെവിയില് വെക്കുന്ന. കാഴ്ച പരിമിതി ഉള്ളവർക്ക് വിഷ്വൽ ഇമ്പാക്റ്റ് ആയിട്ടുള്ള പഠനം കൂടുതലായിട്ട് കൊടുക്കുക. അത് കണ്ട് മനസ്സിലാക്കാനുള്ള എക്യുപ്മെന്റ്സും അതുപോലെയുള്ള ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള, ഇന്നിപ്പോ ഒരു ഐക്കോണിക് ഹോസ്പിറ്റൽ ഉണ്ട് കവളപ്പാറയിലാണ്. അവിടെ ഞാൻ ട്രെയിനിങ് ആയിട്ട് പോയിരുന്നു. അപ്പൊ അവിടെയൊക്കെ കാഴ്ച പരിമിതി ഉള്ളവർക്ക് അതിനനുസരിച്ചിട്ട് കേൾവി പരിമിതി ഉള്ളവർക്കൊക്കെ വിഷ്വൽ ചെയ്തിട്ട് അത് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുള്ളത്, ഈ ഹിയറിംഗ് ലോസ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥലം വളരെ സൈലന്റ് ആയിട്ടായിരിക്കും. കാരണം സൈലന്റ് ആയ സ്ഥലമാകുമ്പം അവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കേൾക്കാൻ പറ്റുമല്ലോ പറയുന്ന കാര്യങ്ങൾ.
കറക്റ്റ് ആണ്. ണ്ടോ? സ്ട്രാറ്റജീസ് കൊടുത്തോളൂ കേട്ടോ. സാഗരൊന്ന് സൈലന്റ് ആട്ടോ. ഓക്കെ. ഓക്കെ, സ്ട്രാറ്റജീസ് ഹെഡിങ് കൊടുത്തോളൂ കേട്ടോ. ഫസ്റ്റ് വൺ, പ്രിഫറൻഷ്യൽ സീറ്റിംഗ്. ഓക്കെ, അവരെ ആദ്യമൊക്കെ കൊണ്ടിരുത്താം, ബെഞ്ചിന്റെ ആദ്യമോ കൊണ്ടിരുത്തുമ്പോ അവർക്ക് പെട്ടെന്ന് വാക്കുകൾ ക്യാച്ച് ചെയ്യാനൊക്കെ പറ്റൂലേ. ഓക്കെ, പ്രിഫറൻഷ്യൽ സീറ്റിംഗ്. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ മൃദുല പറഞ്ഞ പോലെ മിനിമൈസ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. മിനിമൈസ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. തേർഡ് വൺ, വിഷ്വൽ എയ്ഡ്സ്. ഓക്കെ, വിഷ്വൽ എയ്ഡ്സ്. വിഷ്വലി അവരെ ഓരോ കാര്യങ്ങളും കാണിക്കുമ്പോൾ എന്താണ് അവർക്ക് അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ വിഷ്വലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പൊ അത് നോർമലുമുള്ള കുട്ടികൾക്കാണെങ്കിലും നമ്മൾ ഓഡിയോസ് വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് അവർക്ക് അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. നമ്മളിപ്പോ ലെക്ചർ നോട്ടായിട്ട് അല്ലെങ്കിൽ ലെക്ചർ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. വീഡിയോസ് ഒക്കെ ആണെങ്കിലോ ഒരു പ്രാവശ്യം മാത്രം കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവരുടെ ബ്രെയിനിലോട്ട് അത് കയറും. ഓക്കെ, അതാണ് യൂസ്ഡ് വിഷ്വൽ എയ്ഡ്സ്. നെക്സ്റ്റ് ആണ് ക്ലിയർ ആൻഡ് കൺസൈസ് കമ്മ്യൂണിക്കേഷൻ. ക്ലിയർ ആൻഡ് കൺസൈസ് കമ്മ്യൂണിക്കേഷൻ. ടീച്ചേഴ്സ് ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവര് അതും ഇപ്പോ എന്താണ് എന്തെങ്കിലും കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒന്നും മനസ്സിലാവില്ല നമുക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാത്ത മാതിരി സംസാരിക്കും ചിലവര് ഇല്ലേ. അപ്പൊ എന്താണ് ഒന്നും ഒരു പൂർണ്ണത ഇല്ലാത്ത പോലെ നമുക്ക് തോന്നാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ മനസ്സിലാവില്ല നമുക്ക് എന്താ ടീച്ചർ പറഞ്ഞതൊന്നും എന്താ കൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലാവാറില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ആ സെന്റൻസ് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒരാള് ഒറ്റ വരിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും ഇല്ലേ. അങ്ങനെയും ഉണ്ടല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ക്ലിയർ ആയോ? 4 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഡിഫറൻഷ്യൽ സീറ്റിംഗ്, മിനിമൈസ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ്, യൂസ് വിഷ്വൽ എയ്ഡ്സ്, ക്ലിയർ ആൻഡ് കൺസൈസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ ആണോ? ഇത്ര പേരെ ഇംഗ്ലീഷ് എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. മാം ഒരു ലാംഗ്വേജിന്റെ നമ്മൾ വാർത്ത വായിക്കുമ്പോ കാണാറില്ലേ കൈ കൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട്? വാർത്തയിൽ ഇപ്പോഴും കാണാറുണ്ട്. ശരിയാണ് പറഞ്ഞത്. ഓക്കെ, സൈൻ ഔട്ട് ആരാ? മിസ്സേ ഞാൻ പറയാം, പക്ഷെ ഇന്ന് പഠിപ്പിച്ചത് എന്താന്നൊക്കെ എനിക്ക് ക്ലിയർ അല്ലായിരുന്നു. എൻ്റെ വൈഫൈ കട്ടായതുകൊണ്ട് എനിക്ക് ഒന്നും എഴുതാനും പറ്റിയിട്ടില്ല. ഞാനത് നാളെ കേട്ടോളാം. ആദ്യമേ പറഞ്ഞു കേട്ടു. ഇന്ന് പഠിപ്പിച്ചത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം. വീട്ടിൽ നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കേണ്ട കാര്യത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും പിൻപും, അതുപോലെ ടോയ്ലറ്റിൽ പോകുമ്പോഴും ഒക്കെ കൈകൾ കഴുകണ കാര്യം, അതുപോലെ റെഗുലർലി എന്നും കുളിക്കേണ്ടതിനെ കുറിച്ച്, പിന്നെ ദിവസവും ധാരാളം വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച്, പിന്നെ പറഞ്ഞത് ദ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ. എന്തെങ്കിലും കാഴ്ചക്കുറവും അതുപോലെ തന്നെ കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ കുറിച്ചും, പിന്നെ ചെവിക്ക് കേൾവിക്കുറവുള്ള കുട്ടികളെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. മിസ് പറഞ്ഞ നോട്ട്സ് ഒന്നും ഞാൻ കേട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ അറിയില്ല. കണ്ണിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഡിസീസസ് ഞാൻ ഇവിടെ കണ്ടു. സ്മോൾ പോക്സ്, മെനിഞ്ചൈറ്റീസ്, ട്രക്കോമ, സ്കാർലറ്റ് ഫീവർ, ഇങ്ങനെയുള്ളതൊക്കെയാണ്.
ഇത്രയൊക്കെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ബാക്കി ഞാൻ ഇനിയിപ്പോ നാളത്തെ ക്ലാസ് കേട്ടാലേ അറിയുള്ളൂ. എങ്കിലും നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ പ്രധാനമായിട്ട് ഇന്ന് സൈൻ ഇൻ ചെയ്ത ശ്രീലക്ഷ്മിയും അതുപോലെ മൃദുലയും സൈൻ ഇൻ ചെയ്തത് വളരെ നന്നായിരുന്നു. നല്ലൊരു കാര്യമായിരുന്നു. ഇന്നത്തെ ഡേറ്റിനെ കുറിച്ചുള്ള പ്രാധാന്യം മൃദുലയും പറഞ്ഞു. പിന്നെ ശ്രീലക്ഷ്മി പറഞ്ഞ കാര്യം അത് സാധാരണ നമ്മൾ പഠിച്ചു പോയേക്കണ കാര്യമാണെങ്കിലും ഇങ്ങനെ ഈ മലയാളത്തിൽ എഴുതി അതിന്റെ AE IOU വെച്ചും അല്ലെങ്കിൽ ആൻ ചേർക്കേണ്ടത് ഇതൊക്കെ നമ്മൾ കാണാപ്പാടൊക്കെ പഠിച്ചു പോയത്. പക്ഷെ ഇങ്ങനെയുള്ളൊരു കാര്യം സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും വെച്ച് ഇങ്ങനെ ചെയ്യണ കാര്യം ഇപ്പോഴാട്ടോ അറിഞ്ഞത്. അതുകൊണ്ട് അതിന് ശ്രീലക്ഷ്മിക്കും താങ്ക്സ്. ശ്രീലക്ഷ്മി ഇങ്ങനെയുള്ള ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇനി എന്നും പറയണം. കാരണം എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ടഫാണ്. അപ്പൊ ഞാൻ എങ്ങനെങ്കിലുമൊക്കെ പഠിച്ചോളും. എന്തെങ്കിലുമൊക്കെ പറയണം ഇങ്ങനത്തെ ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. മാമിന്റെ ക്ലാസ് ഇന്ന് വളരെ നന്നായിരുന്നു. കാരണം ശ്രീലക്ഷ്മി ഇങ്ങനെയുള്ള ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് സത്യം പറഞ്ഞ ഈ ടിപ്സ് നിങ്ങളുടെ അടുത്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. കാരണം ഇതൊക്കെ പഠിച്ചിട്ടും ഒരു ജോലി കിട്ടാത്ത വിഷമം കൊണ്ട് ഞാൻ നിങ്ങൾക്കെങ്കിലും പറഞ്ഞുതരാന്ന് ഓർത്തിട്ടാണ് സൈനിന്റെ അതൊക്കെ ഇരുന്ന് പറയണത്. എന്തായാലും പഠിച്ചതല്ലേ, വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സൈനിന്റെ സമയത്ത് ശ്രീലക്ഷ്മി ഇങ്ങനെയുള്ള ടിപ്സുകൾ പറഞ്ഞാൽ മതി. ഓക്കെ, ഇനിയിപ്പോ അങ്ങനെ സമാധാനിക്കാം. ജോലി എന്തായാലും കിട്ടൂല. അതിനൊക്കെ സമയം ഇപ്പൊ ഇത് യൂസ് ചെയ്യാൻ അവസരം കിട്ടിയില്ല. ഇതേപോലെ കിട്ടും. ശ്രീലക്ഷ്മി വിഷമിക്കണ്ട. ജോലി അപ്പൊ PSC എഴുതി കിട്ടിയില്ലെങ്കിലും ബാക്കി ഇത്രയും സ്റ്റുഡൻസിന് അത് പ്രയോജനമായില്ലേ? അത് വലിയൊരു കാര്യമാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു.